ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചിയും രേവതിയും നല്ല കടുത്ത തീരുമാനമെടുക്കുകയാണ്. ഏതായാലും ആ ഓർഡർ നമുക്ക് തന്നെ ചെയ്യണം രേവതി, എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് പൈസ ഉണ്ടാക്കണമെന്നും സച്ചി പറയുകയാണ്. അതേ സച്ചിയേട്ടാ, അതിനുവേണ്ടിയുള്ള വഴികളെല്ലാം ഇനി നോക്കണമെന്നും രേവതിയും പറയുക. അങ്ങനെ അവർ രണ്ടും കൂടി പുറത്തേക്കിറങ്ങി നോക്കി കഴിഞ്ഞപ്പോഴേക്കും രവി ആരോടൊക്കെ സംസാരിക്കുക. അപ്പോൾ രവിയുടെ കൂട്ടുകാരോട് പറയണം, എടാ എനിക്ക് അത്യാവശ്യമായിട്ട് ഇത്രയും പൈസ ആവശ്യമുണ്ടെന്ന്, നീ കുറച്ച് എനിക്ക് പൈസ കടം തരാമോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ആ കൂട്ടുകാരൻ വേറെ എന്തൊക്കെയോ പറയുക. അപ്പോൾ അതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ആണോടാ, എടാ ഞാൻ പെട്ടെന്ന് തന്നെ ഉടനെ തിരിച്ചു തന്നേക്കാടാ, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ കൂട്ടുകാരൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആണോ, എങ്കിൽ പിന്നെ ശരി, നിൻ്റെ ആവശ്യം നടക്കട്ടെ, സാരമില്ലടാ, ഞാൻ വേറെ എവിടെയെങ്കിലും അന്വേഷിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കാം. അപ്പോൾ നമ്മുടെ രവിയാണെങ്കിൽ ശരി, ദൈവമേ ഇനി ഇത് ആരോട് ചോദിക്കും ഇത്രയും പൈസ, വേറൊരു കൂട്ടുകാരനോട് ചോദിച്ചു നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് അവൻ്റെ നമ്പറും ഡയൽ ചെയ്തിട്ട് നമ്മുടെ ഈ രവി വിളിക്കാനായിട്ട് തുടങ്ങുക. രവി വിളിച്ച് ഹലോ എന്ന് പറഞ്ഞ നേരം കൊണ്ട് നമ്മുടെ സച്ചി ഓടി വന്നിട്ട്, അച്ഛാ ഫോൺ കട്ടാക്കച്ചാ, എന്ത് പരിപാടി അച്ഛൻ കാണിക്കുന്നത്, എന്താണ് സച്ചി, അച്ഛൻ എന്തിനാ എല്ലാവരോടും ഈ കടം ചോദിക്കുന്ന പൈസ എന്ന് ചോദിച്ചപ്പോഴേക്കും അതിനെന്താ കുഴപ്പം, എടാ നമുക്കൊരാവശ്യം വരുമ്പോൾ ഈ കടം ചോദിക്കലൊക്കെ സ്വാഭാവികമായ കാര്യമല്ലേ, അപ്പം പിന്നെ കടം ചോദിച്ചെന്ന് വിചാരിച്ച് എന്താണ് കുഴപ്പം സംഭവിക്കാനായിട്ട് പോകുന്നത്, അച്ഛൻ ഇങ്ങനെ ആരുടെ മുന്നിൽ കൈ നീടുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്, അച്ഛനതിൻ്റെ ആവശ്യമൊന്നുമില്ല അച്ഛാ. എടാ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കണ്ടേ, അല്ലാതെ പൈസ എവിടെ നിന്ന് സംഘടിപ്പിക്കും മോനെ, എടാ ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയല്ലേ, അപ്പോൾ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ആ പൈസ എങ്ങനെയെങ്കിലും തിരിച്ചു കൊടുക്കാമല്ലോ. വേണ്ട അച്ഛാ, എന്തായാലും അത് ഞാൻ ചെയ്യാനായിട്ട് സമ്മതിക്കില്ല, എൻ്റെ അച്ഛൻ ആരുടെ മുന്നിൽ തലകൊനിച്ച് നിൽക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്, അതുകൊണ്ട് ഞാനത് ചെയ്യാനായിട്ട് സമ്മതിക്കില്ല അച്ഛാ, സമ്മതിക്കില്ലെന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. എടാ ഒന്നും കുഴപ്പമില്ലടാ. അപ്പം നമ്മുടെ രേവതിയാണെങ്കിൽ അതെ അച്ഛാ, വേണ്ട അച്ഛാ, അങ്ങനെ അച്ഛൻ ആരുടെ മുന്നിൽ കൈ നീട്ടേണ്ട ആവശ്യമൊന്നുമില്ല, എങ്കിലേ നിങ്ങളിവിടെ നിൽക്ക്, ഞാനിപ്പോൾ വരാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രവി നേരെ അകത്തേക്ക് കയറിപ്പോയി കുറച്ച് പൈസ എടുത്തുകൊണ്ട് വരികയാണ്. എടാ നിങ്ങളുടെ ആവശ്യമൊക്കെ എനിക്കറിയാം, പക്ഷേ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നല്ലേ എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, ദേ ഈ പൈസ നിങ്ങൾ പിടി, ഇത് ഒരു 10-25,000 രൂപയുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് പൈസയുടെ ആവശ്യമുണ്ടെന്ന് എനിക്കറിയാം, ഇതുകൊണ്ടൊന്നും ആവില്ലെന്ന് എനിക്കറിയാം, പക്ഷേ അണ്ണാറ കണ്ണനും തന്നാലായത് എന്ന രീതിയിൽ ഞാൻ എൻ്റെ കടമ ചെയ്യുന്നു, അത്രയും മാത്രമേ ഉള്ളൂ, ഈ പൈസ പിടിക്ക്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് സച്ചിയും രേവതിയും വേണ്ട അച്ഛാ, അച്ഛന് എന്തെങ്കിലും ആവശ്യം വരില്ലേ, അത് അച്ഛൻ്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ, ഇതൊന്നും വേണ്ട. എടാ എനിക്കെന്താ ആവശ്യമാടാ, എടാ എനിക്കെന്താ ആവശ്യം വന്നാലുവേ നിങ്ങളുടെ ആവശ്യത്തിനേക്കാളും കൂടുതലൊന്നും അല്ല എൻ്റെ ആവശ്യങ്ങൾ, അതെല്ലാം ഞാൻ മാറ്റി വെക്കും, അതൊന്നും എനിക്ക് കുഴപ്പമില്ലാത്ത കാര്യമാണ്, പക്ഷേ നിങ്ങൾക്കിപ്പോൾ വലിയൊരു ഓർഡർ കിട്ടിയിരിക്കുകയല്ലേ, ആ ഓർഡർ ഉറപ്പായിട്ടും വിട്ടുകളയാനായിട്ട് പാടില്ല, ഇത് നിങ്ങളുടെ ജീവിതമാർഗ്ഗമാണ്, ആ ജീവിതത്തിൽ നിങ്ങൾ വിജയിച്ച് കാണിച്ചു കൊടുക്കണം, അതുകൊണ്ട് ഈ അച്ഛൻ തരുന്ന ഈ പൈസ നിങ്ങൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് രവി അവിടെ കിടന്ന് നിർബന്ധം പിടിക്കുക. രവിയാണെങ്കിൽ ആ പൈസ നമ്മുടെ സച്ചിയുടെ കയ്യിലേക്ക് കൊടുക്കണം, നീ ഇത് പിടിക്ക്, ഒന്നും ആലോചിക്കണ്ട, ഇനി എനിക്കെന്തെങ്കിലും ആപത്ത് പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളൊക്കെ തന്നെയല്ലേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ, ഇത് വേണ്ടെന്ന് മാത്രം പറയരുത് പറഞ്ഞ് പൈസ കയ്യിലേക്ക് തന്നെ അങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണ്. രവി കിടന്ന് പോവുകയും ചെയ്യണം. സച്ചി ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുക. അപ്പോൾ സച്ചിയുടെ അടുത്ത് ചെന്ന് നമ്മുടെ രേവതി കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി സച്ചിയേട്ടാ, നമുക്ക് ഇതൊന്നും പറയണ്ടായിരുന്നല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചിയേട്ടാ എനിക്കിത് വലിയൊരു ഓർഡർ കിട്ടിയതല്ലേ, 8 ലക്ഷം രൂപയുടെ ഓർഡർ, അപ്പോൾ ആ ഓർഡറിൻ്റെ കാര്യം അച്ഛനോട് പറയാതിരുന്നാൽ അത് ശരിയായ കാര്യമാണോ സച്ചിയേട്ടാ, അതല്ല പറഞ്ഞത്, നമുക്ക് ഇത്രയും പൈസയുടെ ആവശ്യമുണ്ടെന്ന് അച്ഛനോട് പറയണ്ടായിരുന്നു, അതാ ഞാൻ പറഞ്ഞത്. അതാ സച്ചിയേട്ടൻ പറഞ്ഞത് ശരിയാ, അച്ഛനോട് ഈ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടാണല്ലോ അച്ഛൻ മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടാൻ പോയതും അച്ഛൻ്റെ കയ്യിൽ നിന്ന് വെച്ചാൽ നിസ്സാര പൈസ നമുക്കെടുത്ത് തന്നതും, അത് പറയണ്ടായിരുന്നല്ലേ സച്ചിയേട്ടാ. അതെ, എനിക്കത് വല്ലാത്തൊരു ഫീലിംഗ് ആയി രേവതി, ഭയങ്കര ഒരു സങ്കടമായി എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക. അതേ സമയം തന്നെ നമ്മുടെ ശ്രീകാന്തിനെ കാണിക്കുകയാണ്. അപ്പോൾ ശ്രീകാന്താണെങ്കിൽ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, മസാല ദോശ. അപ്പോൾ ഭയങ്കര സന്തോഷത്തോടെയാണ്, നമ്മുടെ വർഷയ്ക്ക് വേണ്ടിയാണ് മസാല ദോശ ഉണ്ടാക്കുന്നത്. മസാല ദോശ ഉണ്ടാക്കി നേരെ ഒരു പ്ലേറ്റിലോ ആക്കിയിട്ട് നേരെ വർഷയുടെ അടുത്തേക്ക് ചെല്ലുക. വർഷയ്ക്ക് ശ്രീകാന്തിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് അരിശം വരിക. വർഷയാണെങ്കിൽ ഇവിടെ ഒന്ന് മാറിപ്പോവുകയാണ്. വർഷേ ദേ എൻ്റെ കൈ കൊണ്ട് എൻ്റെ ഗർഭിണിയായ ഭാര്യയ്ക്ക് ഞാനുണ്ടാക്കിയ മസാല ദോശയാണ്, ഇതൊന്ന് കഴിച്ചേ, എനിക്കൊന്നും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് വർഷ അവിടെ നിന്ന് പോവാണ്. അപ്പോഴേക്കും സച്ചി വരികയാണ്. സച്ചി എന്നിട്ട് എന്താടാ ഇത് ചോദിച്ചപ്പോഴേക്കും ഇത് കണ്ടോ സച്ചിയേട്ടാ, ഞാൻ അവൾക്ക് വേണ്ടി ഉണ്ടാക്കിയ മസാല ദോശയാണ്, ഇത് ഇവള് കഴിക്കാനായിട്ട് തയ്യാറാവുന്നില്ല. അപ്പോൾ രേവതിയും വന്നിട്ട് വർഷേ എന്താ വർഷയെ കാണിക്കുന്നത്, മസാല ദോശ കഴിച്ചേ, വേണ്ട എനിക്ക് വേണ്ട, ഞാനൊരു മസാല ദോശയും കഴിക്കാനായിട്ട് പോകുന്നില്ല എന്ന് വർഷ പറയാം.
അതൊക്കെ പറഞ്ഞാൽ ശരിയാവില്ലട്ടോ വർഷേ. നിനക്ക് വേണ്ടി ഇഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ ശ്രീകാന്ത് അത്. അത് നീ കഴിക്കാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സങ്കടമായ കാര്യമല്ലേ. അതുകൊണ്ട് അത് കഴിക്കണം വർഷേ എന്ന് പറയാണ്. ഇല്ല വേണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോഴേക്കും നമ്മുടെ സച്ചിയാണെങ്കിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. വർഷേ എന്താ വർഷേ നീ കഴിക്കില്ലേ അത്. അപ്പോൾ രേവതിയാണെങ്കിൽ സച്ചിയേട്ടൻ പറ, ഒരു വഴക്ക് പറഞ്ഞാൽ ആൾ അവിടെ ഇരുന്ന് കഴിച്ചോളും. ഓഹോ അങ്ങനെയാണെങ്കിൽ കാണിച്ചു കൊടുക്കാം. വർഷേ നിന്നോടാ പറഞ്ഞത് അവിടെ ഇരിക്കാൻ എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ വർഷ അവിടെ അങ്ങോട്ട് മാറിയിരിക്കുക. ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും കണ്ടോ ഇരുന്നല്ലോ. ദേ ആ സച്ചിയേട്ടാ പതിയെ പറഞ്ഞാൽ മതി, അവളെ കരയിപ്പിക്കരുത്. ദേ എല്ലാം നൈസായിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. കാണിച്ചു കൊടുക്കാം ഞാൻ. അപ്പോൾ നമ്മുടെ സച്ചിയാണെങ്കിൽ വർഷേ മര്യാദയ്ക്ക് ഇരുന്ന് ശ്രീകാന്ത് ഉണ്ടാക്കിയ മസാല ദോശ കഴിച്ചോളാം, മിടുക്കിയായിട്ടിരുന്ന്, മനസ്സിലായല്ലോ. ആ എത്രയെത്ര കുട്ടികളെ വഴക്ക് പറഞ്ഞ് ഭക്ഷണം കഴിപ്പിച്ചിട്ടുള്ള ആളാണ് ഈ സച്ചി എന്ന് നിനക്കറിയാവോ? അറിയില്ലല്ലേ. അപ്പോൾ ഈ വർഷ സച്ചിയെ തന്നെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ സച്ചിയാണെങ്കിൽ എടാ ഇവള് എൻ്റെ വഴക്ക് കേട്ട് പേടിക്കുന്നില്ലെന്നാണല്ലോ തോന്നുന്നത്, ഇവളെന്തേ കാണിക്കുന്നത്. ആ സച്ചിയേട്ടാ ഒന്നും കൂടി കുറച്ച് ഡോസ് കൂട്ടും കാണിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ സച്ചി മീശയൊക്കെ പിരിച്ച് നേരെ വർഷയുടെ മുഖത്ത് നോക്കി കഴിക്കാനാ പറഞ്ഞത്. ആഹാ കുറേ കൊള്ളപ്പലിശക്കാരും കുറേ ഗുണ്ടകളൊക്കെ സച്ചിയെ കണ്ടാൽ ഓടും. അതേപോലെയാണ് സച്ചിയുടെ പെരുമാറ്റം, മനസ്സിലായല്ലോ. എല്ലാവരെയും വരച്ച വര നിർത്താനായിട്ടെ ഈ സച്ചിക്കറിയാം. കഴിക്കടി അവിടെ എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ വർഷയിരുന്ന് പൊട്ടി പൊട്ടി കരയാണ്. അപ്പോൾ കരയുന്നത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതി സച്ചിയേട്ടാ സച്ചിയോട് ഞാൻ പറഞ്ഞല്ലേ അത്ര കടപ്പത്തിലൊന്നും കാര്യങ്ങളൊന്നും പറയണ്ടെന്ന്, കണ്ടില്ലേ ഇതേ വർഷയിരുന്ന് കരയുന്നു, ഇനി എന്ത് ചെയ്യും. അപ്പോഴേക്കും സച്ചിയാണെങ്കിൽ വർഷയുടെ മുഖത്ത് തന്നെ നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ വർഷ ചിരിച്ചുകൊണ്ട് സച്ചിയേട്ടാ മനസ്സിലായില്ലേ ഇപ്പോൾ കാര്യങ്ങളൊക്കെ. സച്ചിയേട്ടനെ ദേ നാണം കെടുത്തുണ്ടായെന്ന് വിചാരിച്ചു കൊണ്ടാണ് ഞാനിപ്പോൾ കരഞ്ഞത്, അല്ലാതെ പേടിച്ചിട്ടൊന്നും അല്ല. പറഞ്ഞു മനസ്സിലായല്ലോ. അയ്യോ എടാ ശ്രീകാന്തേ അവൾ പേടിച്ചില്ല, ചുമ്മാ അവൾ ആക്ട് ചെയ്തതാണ്. ഞാൻ വിചാരിച്ചു എൻ്റെ വർത്തമാനം കേട്ട് അവൾ പേടിച്ച് വരണ്ടുവെന്ന്. എങ്കിൽ പിന്നെ വർഷേ നീ അതിരുന്ന് കഴിക്കാൻ നോക്ക്. അങ്ങനെ ശരി ഞാൻ കഴിക്കാം. അങ്ങനെ നമ്മുടെ വർഷ ആ മസാല ദോശ ഫുള്ളും കഴിച്ചിട്ട് പറയാണ് അതെ എനിക്ക് മതി. മതി എന്ന് പറയാനായിട്ട് പ്ലേറ്റിലൊന്നും ഇല്ലല്ലോ, എന്നിട്ട് മതിയെന്നോ. ശരി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷ അവിടെ നിന്ന് പോകാനായിട്ട് പോയപ്പോൾ ഞാൻ പാത്രം കഴിക്കോളാം എന്ന് ശ്രീകാന്തും പറയുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും പോവുകയാണ്. അപ്പോൾ സച്ചിൻ്റെ അവധിയാണെങ്കിലോ ഇവളുടെ കാര്യം മഹാ കഷ്ടമാണ് കേട്ടോ. പിന്നെ രേവതിക്കറിയാലോ കാര്യങ്ങളൊക്കെ. നമുക്ക് എത്രയും പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം. അതെ പൈസ ഉണ്ടാക്കണം. എങ്കിലേ നമുക്കൊരു കാര്യം ചെയ്താലോ. ഞാൻ ഏതായാലും അച്ഛമ്മയോട് പൈസ ചോദിച്ചാലെന്ന് വെച്ചപ്പോഴേക്ക് വേണ്ട അച്ഛമ്മയോടൊന്നും പൈസ നോക്കുന്നത് ശരിയല്ല. അത് വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, അത് വളരെ മോശമായ കാര്യമാണ്. അച്ഛമ്മയ്ക്കും പല ആവശ്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതുകൊണ്ട് അച്ഛമ്മയോട് പൈസ ചോദിക്കണമെന്ന് പറയണം. വേണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ശ്രീകാന്തിനോടും വർഷയോടും ചോദിച്ചാലോ, അവരുടെ കയ്യിൽ പൈസ ഉണ്ടാവും. ഇതൊക്കെ നാണം കെട്ട ഏർപ്പാടാണ് സച്ചിയേട്ടാ, അതൊന്നും വേണ്ട. ഈ സമയത്തൊന്നും അവരോട് പൈസ ചോദിക്കുന്നത് അത്ര വലിയ നല്ല കാര്യമൊന്നുമല്ല കേട്ടല്ലോ. ശരി എങ്കിൽ പിന്നെ ഞാൻ എൻ്റെ കൂട്ടുകാരോടൊന്ന് പോയി ചോദിച്ചിട്ട് വരട്ടെ. ശരി സച്ചിയേട്ടാ എങ്കിൽ പിന്നെ ഞാനും വീട്ടിലേക്കൊന്ന് പോവുകയെ, ഞാൻ കൊണ്ട് ഡ്രോപ്പ് ചെയ്യണോ? വേണ്ട സച്ചിയേട്ടൻ പോയിക്കോ, എനിക്ക് സ്കൂട്ടർ ഉണ്ടല്ലോ, ഞാൻ സ്കൂട്ടറിൽ പോയിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടി പോവുകയാണ്. അങ്ങനെ നമ്മുടെ ഈച്ചയെ കാണിക്കുകയാണ്. അപ്പോൾ ഈച്ചയുടെ ലൈൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എടാ ഈച്ചയെ നീ പ്രണയിക്കുന്ന പെണ്ണ് യഥാർത്ഥത്തിൽ ഉള്ളതാണോ അല്ലെങ്കിൽ നിൻ്റെ സങ്കല്പികൾ മാത്രമാണോ എന്നൊക്കെ കൂട്ടുകാരന്മാരിങ്ങനെ ചോദിച്ചപ്പോഴേക്കും സത്യമായിട്ടാ എടാ ഞാൻ ആ പെണ്ണിനെ തന്നെ കെട്ടും, നീ കണ്ടോ ഞാൻ ആ പെണ്ണിനെ തന്നെ കെട്ടല്ല, നീ പറച്ചിൽ മാത്രമേ ഉള്ളൂ, നിൻ്റെ ഇഷ്ടമൊന്നും പോയി ഇതുവരെ ആ പെണ്ണിനോട് തുറന്നു പറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഞാൻ ഉടനെ തന്നെ തുറന്നു പറയടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദേ സച്ചി വരിക. ദേ സച്ചി വന്നല്ലോ. പോരട്ടെ കാറ് പോരട്ടെ, അവിടെയാണ് കറക്റ്റ്, പാർക്ക് ചെയ്തോ, അങ്ങോട്ട് പാർക്ക് ചെയ്തോന്നേ, ഒരു കുഴപ്പമില്ല, അങ്ങനെ പാർക്ക് ചെയ്യാം. അപ്പോൾ സച്ചി ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും എടാ സച്ചി ഈച്ചേ നിൻ്റെ ഇത് പ്രണയകഥയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്, നീ ഇവനൊരു പ്രണയകഥ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തേ, അതൊക്കെ പിന്നെ പറയാം, അത് പറയാൻ പറ്റിയ ഒരു മൂഡിലല്ല ഞാൻ. അയ്യോടെ സച്ചി എന്ത് പറ്റിയിട നിനക്ക്, നിൻ്റെ മുഖം വല്ലാതിരിക്കുന്നുണ്ടല്ലോ ഇവിടെ സച്ചി എന്ന് ചോദിച്ചപ്പോഴേക്കും എടാ ഞാനാകെ പെട്ടുപോയൊരവസ്ഥയിലാടാ. എടാ രേവതിക്ക് ഒരു വലിയ ഓർഡർ കിട്ടിയതിലുണ്ട്, 8.25 ലക്ഷത്തിൻ്റെ ഓർഡറാണ്. പക്ഷേ 5 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്താൽ മാത്രമേ പൂ കിട്ടുള്ളൂ, അത് എങ്ങനെ കൊടുക്കുമെന്ന് പോലും അറിയില്ലടാ, ഇനിയൊരു 1.5 ലക്ഷം രൂപ വേണ്ടി വരും എന്നിങ്ങനെ പറയുകയാണ്. എങ്കിൽ പിന്നെ പരിചയമുള്ള കടയിൽ ചോദിക്ക്, അപ്പോൾ പിന്നെ അഡ്വാൻസ് കുറച്ച് കൊടുത്താൽ മതിയല്ലോ. പരിചയമുള്ള കടയിൽ തന്നെയാണ് പോയത്, അവരാ പറഞ്ഞത് 5 ലക്ഷം രൂപ കൊടുക്കണമെന്ന്.
5 ലക്ഷം രൂപ കൊടുത്താലേ പൂക്കളിന് ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂന്നാ അവർ പറഞ്ഞതെന്ന് പറയാണ്. ശിവന് എന്ത് ചെയ്യും ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലടാ. അപ്പോൾ ബാക്കിയുള്ള 2 കൂട്ടുകാരുടെ നിൻ്റെ പോക്കലെന്ന് വെച്ചാൽ പൈസ എടുത്തേ, എല്ലാവരും എടുക്കുക പൈസ. അപ്പോൾ നമ്മുടെ ഈച്ചയും പോകലെന്ന് വെച്ചാൽ പൈസ എടുക്കുകയാണ്. എടാ ഇത് കുറച്ച് പൈസയുണ്ട്, ഇത് നീ വെച്ചോ. അയ്യേ വേണ്ട, ഇതൊന്നും വേണ്ട, ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവില്ലേ, ഈ പൈസ കൊണ്ടൊന്നും പറ്റില്ലടാ, അറിയാൻ പൈസ പറ്റില്ലെന്ന്. പക്ഷേ എന്നാലും ഞങ്ങളെ കൊണ്ട് കഴിയുന്നൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. എടാ ഞങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ നീ അതൊക്കെ ചെയ്തു തരുന്നതല്ലേ. അപ്പോൾ പിന്നെ നിനക്കെന്തെങ്കിലും ആവശ്യം വന്നാൽ ഞങ്ങൾ ചെയ്യണ്ടേടാ, അതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്തതെന്നൊക്കെ പറയാം. എടാ ഇതൊക്കെ കടപ്പാടൊക്കെ ഞങ്ങൾക്ക് എങ്ങനെ വീട്ടാനായിട്ട് പറ്റൂടാ എന്നൊക്കെ സച്ചി ഭയങ്കര സങ്കടത്തോടെ പറയുകയാണ്. എടാ നിനക്ക് അച്ചമ്മയോട് പൈസ ചോദിച്ചൂടെ? ഞാൻ രേവതിയോട് പറഞ്ഞതാണ്. അപ്പോൾ രേവതി പറഞ്ഞ അച്ചമ്മയോട് പൈസ ചോദിക്കേണ്ടത് ശരിയാവില്ല എന്നാണ് രേവതി പറഞ്ഞത്. ശരി, ഞാൻ എവിടെയെങ്കിലും പോയി ഒന്ന് സംഘടിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് സച്ചിയും അങ്ങനെ നേരെ രേവതിയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. രേവതിയുടെ വീട്ടിലേക്ക് എത്തിച്ചിട്ട് അമ്മ, ആഹാ ഇത് ആരാ വന്നിരിക്കുന്ന മോളോ എന്നും പറഞ്ഞുകൊണ്ട് രേവതിയെ സ്വീകരിക്കുകയാണ്. അമ്മേ എനിക്കൊരു കാര്യം പറയാനുണ്ട് അമ്മേ, അത് അമ്മയോട് എങ്ങനെ ചോദിക്കുമെന്നറിയില്ല. എടി ഞാൻ നിൻ്റെ അമ്മയല്ലേ, നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കാൻ പാടില്ലേ, പറ അമ്മേ. എനിക്കൊരു 1.5 ലക്ഷത്തിൻ്റെ ആവശ്യമുണ്ട്, വലിയൊരു ഓർഡർ കിട്ടിയിരിക്കുകയാണ്. 8.25 ലക്ഷത്തിൻ്റെ ഓർഡർ. 8.25 ലക്ഷത്തിൻ്റെ ഓർഡറോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ മോളെ. അതെ, അതിനിപ്പോൾ 5 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്താലേ പൂ കിട്ടുള്ളൂന്നാണ് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ കൊടുക്കുമെന്ന് അറിയാൻ പാടില്ല. ഒരു 1.5 ലക്ഷം രൂപയും കൂടി വേണം, അമ്മയുടെ കയ്യിലുണ്ടാവുമോ എന്ന് ചോദിച്ചപ്പോൾ കയ്യോ മോളെ കുറച്ച് പൈസ ഉള്ളതാണെങ്കിൽ ഞാൻ ലോൺ കൊടുത്ത് തീർത്തല്ലോ. എങ്കിലൊരു കാര്യം ചെയ്യാം, അമ്മയുടെ കുറച്ച് സ്വർണ്ണം ഉണ്ടല്ലോ, ആ സ്വർണ്ണം നിനക്ക് തരാം, പണയം വെച്ചോ. അത് വേണ്ട, എന്നിട്ട് കഴുത്തിലും കാതിലൊക്കെ ഒന്നും ഇല്ലാതെ നടക്കാനാണോ? അതൊന്നും ഞാൻ സമ്മതിക്കുന്ന കാര്യമല്ല എൻ്റെ അമ്മ എന്ന് പറയുകയാണ്. അതൊന്നും കുഴപ്പമില്ല, വേണ്ട എന്നേ. എങ്കിൽ പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെന്ന് നോക്കട്ടെ. വേണ്ട, അതൊന്നും വേണ്ട, അമ്മ പൊയ്ക്കോ. അയ്യോ മോളെ നീ വന്ന് ചോദിച്ചിട്ട് എനിക്ക് മോളൊന്ന് സഹായിക്കാൻ പോലും കഴിഞ്ഞില്ലല്ലോ മോളെ. അതൊന്നും സാരമില്ല അമ്മേ, അമ്മ പൊയ്ക്കോളാൻ പറയാം. രേവതി എന്തെങ്കിലും കഴിച്ചിട്ടും കുടിച്ചിട്ട് വേണോട്ട് ഇറങ്ങാനായിട്ട്, നമ്മ പോട്ടെ ശരി എന്നും പറഞ്ഞുകൊണ്ട് അമ്മ ഇറങ്ങി പോവുകയാണ്. അപ്പോഴേക്കും ദേവ് വന്നിട്ട് ചേച്ചിക്കുള്ള പൈസ ഞാൻ തരട്ടെ എന്ന് പറയുകയാണ്. നിൻ്റെ കയ്യിൽ പൈസയുണ്ടോ? പിന്നെ നീ ചുമ്മാ എൻ്റെ അക്കൗണ്ടിൽ 50,000 രൂപ ഉണ്ട് ചേച്ചി, അത് ഞാൻ ചേച്ചിക്ക് തരാം. വേണ്ടടേ, നിനക്കതൊക്കെ ആവശ്യമുള്ളതല്ലേ, എനിക്കത് തരേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്കെന്താ ആവശ്യം ചേച്ചി? എൻ്റെ ആവശ്യങ്ങളും അനിയൻ്റെ ആവശ്യങ്ങളൊക്കെ ചെയ്തു തന്നേക്കണ ചേച്ചിയല്ലേ. ഞങ്ങൾക്ക് വേണ്ടി ചേച്ചിയുടെ പഠിപ്പ് പോലും കഴിഞ്ഞാലേ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഈ കുടുംബം മുഴുവനും പുലർത്തിയത്. അപ്പോൾ പിന്നെ ചേച്ചിക്കൊരാവശ്യം വരുമ്പോൾ ഞങ്ങൾ സഹായിക്കാതിരുന്ന് കഴിഞ്ഞാൽ അത് വളരെ മോശമായ കാര്യമല്ലേ ചേച്ചി? അതുകൊണ്ട് എൻ്റെ അക്കൗണ്ടിൽ 50,000 രൂപയുണ്ട്, അത് ചേച്ചി സ്വീകരിച്ചേ മതിയാവുള്ളൂ. ശരി, പക്ഷേ ഇനിയും ഒരു 1 ലക്ഷം രൂപയും കൂടി വേണമല്ലോ. അതെങ്ങനെ സംഘടിപ്പിക്കുമെന്ന് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. ചേച്ചി എനിക്കറിയുന്നൊരു ഫിനാൻസ് ഉണ്ട്, ആ ഫിനാൻസിൽ നിന്ന് ചോദിച്ചാലോ? അതൊക്കെ വേണോ ദേവു? അത് കുഴപ്പമൊന്നുമില്ല. അല്ല ഈ ഫംഗ്ഷൻ കഴിയാൻ നേരത്തെ ചേച്ചിയുടെ കയ്യിൽ പൈസ കിട്ടുമല്ലോ, അപ്പോൾ ആ പൈസയെന്ന് ചേച്ചി കൊടുത്താൽ മതി. അങ്ങനെ കുഴപ്പമില്ലല്ലോ, പൈസ കിട്ടുമെന്ന് ഉറപ്പല്ലേ? അത് ഉറപ്പാ. അവർ ഫംഗ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് പൈസ തരും. എങ്കിൽ പിന്നെ പേടിക്കാൻ ഒരു കാര്യമില്ല ചേച്ചി, നമുക്ക് ഉടനെ തന്നെ അവർക്ക് തിരിച്ചു കൊടുക്കാം. ഉറപ്പായിട്ടും ചേച്ചിയുടെ ആഗ്രഹങ്ങൾ നടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവു ആ ഫിനാൻസിനെ കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു. ബൈ ബൈ.